പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്തെ അവർ. ആര്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്യും? വിശ്വസിക്കും, അള്ളാഹുവിൽ വിശ്വസിക്കും, പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തും. 100% അവർ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കും. 100% പകർത്താൻ വേണ്ടി ശ്രമിച്ചാൽ 80% ഒക്കെ പകർത്താൻ കഴിയും അല്ലേ? പ്രവാചകനെ പോലെ ആവാൻ കഴിയില്ല. പ്രവാചകൻ എന്ത് ചെയ്തു? രാത്രി ഒരുപാട് നേരം നിന്ന് നിസ്കരിച്ച് കാലിൽ നീരൊക്കെ വന്നു. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ? വേണമെങ്കിൽ തഹജ്ജുദ് 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കും. എങ്കിലും അത് ഒരു വലിയ മേന്മയാണ്, മനസ്സിലായത്. അതുപോലെ ഒരുപാട് അള്ളാഹു പ്രവാചകനും അള്ളാഹു ഖുർആനിൽ പറഞ്ഞൊക്കെ അവർ പിൻപറ്റി സൂക്ഷിച്ച് മുത്തക്കികളായിരിക്കും. മുത്തക്കി എന്നു വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇതിൻ്റെ നിർവചനം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കല്ലും മുള്ളും കുപ്പിച്ചിലും നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ എന്തുമാത്രം സൂക്ഷിച്ചാണോ പോകുക, അതുപോലെ നമ്മൾ അങ്ങനെ ഒരുപാട് ജീവിക്കുന്നതാണ് മുത്തക്കിങ്ങൾ അല്ലേ? ഭൂമിയിൽ പലതും ഉണ്ടാവും അല്ലേ? അന്യ സ്ത്രീകളുണ്ടാവും, ഒരു ഭാഗത്ത് സിനിമ ഉണ്ടാവും, TV ഉണ്ടാവും. ഇതൊക്കെ സൂക്ഷിച്ച് കരുതി മുന്നോട്ട് പോവുക. ഇപ്പോൾ വീട്ടിലിപ്പോൾ എല്ലാവരും ഈ TV തുറക്കും അല്ലേ? നമുക്ക് എതിർത്ത് പറയാൻ പറ്റില്ല, മറ്റൊരു വീട്ടിലേക്ക് പോകാനും കഴിയില്ല. അപ്പോൾ നമ്മൾ സഹിച്ച് വല്ലാതെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഭാര്യ പിണങ്ങിപ്പോവും. ഭാര്യ പിണങ്ങി പോയി കഴിഞ്ഞാൽ വിവാഹമോചനത്തിൽ കലാശിക്കും. അത് മക്കൾക്ക് ഉമ്മയില്ലാണ്ട് അപ്പയില്ലാണ്ടാവും. അപ്പോൾ അത് ക്ഷമിച്ച്, എല്ലാം ക്ഷമിച്ച്, അള്ളാഹുവിന് വേണ്ടിയൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോലെ നബിയെ പോലെ. നബി അള്ളാഹുവിന് വേണ്ടി സ്വന്തം മകനെ പോലെ ബലിയെടുക്കാൻ തയ്യാറായി. അതുപോലെ നമ്മൾ ത്യാഗം സഹിച്ച്, സാമ്പത്തിക ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ട്. ഇപ്പോൾ ഈ അടുത്ത ഉറുവത്തിൽ ഞാൻ ഉള്ളവരും പങ്കെടുത്തു. 8,000 രൂപയാണ് കൊടുത്തത്. 1,000 രൂപ മടക്കി കിട്ടി. 7,000 രൂപ. പക്ഷേ 8,000 രൂപ സമയത്ത് കൊടുക്കേണ്ടി വന്നു. ഏകദേശം ഒരു 2 ആഴ്ചയോളം മുമ്പ്. 2 ആഴ്ച അതിന് ശേഷമാണ് 1,000 രൂപ മടക്കി കൊടുത്തത്. അപ്പോൾ 8,000 രൂപ കൊടുത്തതിൻ്റെ മെയിൻ തന്നെ. പക്ഷേ 8,000 രൂപ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. 8,000 രൂപ കൊടുത്ത ശേഷം പിന്നെ എൻ്റെ കയ്യിൽ പണം വളരെ കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞാൻ കൊടുത്തു. ആദ്യം ഞാൻ കൊടുക്കണ്ടെന്ന് കരുതി. പിന്നെ ഉസ്താദിനെ വിളിച്ചപ്പോൾ ഞാനത് കൊടുത്തു. കാരണം അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ഉലുവത്ത് കൊടുത്തിരുന്നു. അപ്പം എനിക്ക് ശേഷം പിന്നീട് യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അത് മാത്രമല്ല മറ്റു പല സഹായങ്ങളും പല സഹായങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ കൊടുത്തു, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ കൊടുത്തു. അപ്പം ശരിക്കും 8,000 രൂപ സെക്യൂരിറ്റി പണിക്കാരനായ എൻ്റെ കയ്യിൽ മിച്ചമില്ല. പക്ഷേ അന്ന് ശമ്പളം കിട്ടിയ ഉടനെയാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അങ്ങോട്ട് കൊടുത്തു. അൽഹംദുലില്ലാഹ് രാത്രി. അപ്പോൾ അതുപോലെ ഇങ്ങനെയൊക്കെ അപ്പം എന്നെക്കാളും കഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അവരും എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ 8,000 രൂപയൊക്കെ കൊടുക്കും. അതുപോലെ മറ്റു പല കാര്യങ്ങളും ഒക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ത്യാഗങ്ങൾ സഹിക്കുക. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയുണ്ട്, സലീം കുമാറിൻ്റെ. അതിലൊക്കെ ഈ ത്യാഗങ്ങളൊക്കെ വല്ലാതെ കാണിക്കുന്നുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ അത് കാണുക. സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, എന്നാലും നമുക്ക് ചെറിയൊരു ആത്മീയമായ ഉണർച്ച അതുവഴി കിട്ടും. കാരണം അത്രക്കും ത്യാഗം സഹിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്ലാവ് വിൽക്കുകയാണ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാവ് വിറ്റ് പണമൊക്കെ കൊടുക്കും. അതിൻ്റെ മില്ലുകാരൻ പണം കൊടുക്കുമ്പോൾ വെറുതെ ഒരു വാക്ക് പറയും, ആ മരം പണിത്തരത്തിന് കൊള്ളില്ല, അതൊക്കെ പൂതൽ പിടിച്ചു പോയിട്ടുണ്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യും? ഏതായാലും നിങ്ങൾക്ക് പൈസ നിങ്ങൾക്ക് ഇരിക്കട്ടെ, നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചല്ല. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യും? സലീം കുമാർ പൈസ മടക്കി കൊടുക്കും. കാരണം നിങ്ങൾക്ക് ഉപകാരം കിട്ടണം. നിങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന വിധത്തിലാണ് നിങ്ങൾ 50,000 രൂപ എനിക്ക് ആ മരത്തിന് വിലയിട്ടത്. നിങ്ങൾക്ക് മരപ്പണിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാമെന്നതിലാണ് നിങ്ങൾ 50,000 രൂപ വിലയിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടൂല, നഷ്ടമാകും. അപ്പം പിന്നെ എനിക്ക് ആ പണത്തിന് ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ പണം മടക്കി കൊടുക്കുകയാണ് ചെയ്തു.
അദ്ദേഹം വളരെ കഷ്ടപ്പെടുകയാണ് ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറെ കാലത്തൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഭാര്യയ്ക്കും പോയി ഹജ്ജ് ചെയ്യണം. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ വേറൊരു സുഹൃത്ത് പറയും, പിന്നെ മുകേഷ് പറയും, എൻ്റെ ഉമ്മയാണ് ഹജ്ജിന് കൊണ്ടുപോകാൻ എനിക്ക് വലിയ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കിപ്പം വയ്യ, അതുകൊണ്ട് ഉമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾ പോകണം, നിങ്ങൾ ഞാൻ ഹജ്ജ് കൊണ്ടുപോകാൻ മുഴുവൻ പൈസയും ഞാൻ തരാം എന്ന് പറയും. അതും സലീം കുമാർ നിരസിക്കും. കാരണം അത് അങ്ങനെ വരുമ്പോൾ അത് ഉമ്മയുടെ ഹജ്ജാവുള്ളൂ, എൻ്റെ ഹജ്ജാവില്ല എന്ന് പറഞ്ഞിട്ട് അതും നിരസിക്കും. അങ്ങനെയൊക്കെ നിരസിച്ച് അവസാനം അദ്ദേഹത്തിന് ആ വർഷം ഹജ്ജ് ചെയ്യാൻ കഴിയാണ്ടാവും. രാവിലെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാം, ബാങ്ക് കൊടുക്കുന്നുണ്ട്, നമുക്കിനി പള്ളിയിൽ പോവാം, വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നമസ്കരിക്കാമെന്ന് പറഞ്ഞ സിനിമ അവസാനിക്കുകയാണ്. അത്രക്കും ത്യാഗം സഹിച്ചിട്ട് എന്നിട്ടും അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നില്ല. കാരണം ഹജ്ജല്ല പ്രധാനം, സത്യസന്ധതയാണ് പ്രധാനം, നേരായ മാർഗത്തിൽ ഹജ്ജ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്തും മക്കളെ ഭക്ഷിപ്പിക്കുന്നതൊക്കെ നേരായ മാർഗത്തിലാവുക. അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ. എല്ലാത്തിനും സൂക്ഷ്മത പാലിച്ച്, എന്ത് ചെയ്യുമ്പോഴും സൂക്ഷ്മത പാലിച്ച് ചെയ്യുക. ഇവരുള്ളവരും കുറേയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ തുപ്പുമ്പോൾ ഇടതു ഭാഗത്തേക്ക് തുപ്പണം എന്ന് പറയും. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഇടതു ഭാഗത്തേക്ക് തുപ്പും. പണ്ടൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ചിലപ്പോൾ ഇടതു ഭാഗത്ത് തുപ്പാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യും, ഇടതു ഭാഗം കണക്കാക്കി തുപ്പും. പക്ഷേ വലതു ഭാഗത്തായിരിക്കും വേസ്റ്റ് ഉണ്ടാവുക. ഇടതു ഭാഗം നല്ലൊരു സ്ഥലമായിരിക്കും, സിമെൻറ്റും ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തിരിഞ്ഞു നിന്നിട്ട് ഇടതു ഭാഗത്തേക്ക് തുപ്പും. അപ്പോൾ അങ്ങനെ കുറേയൊക്കെ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ജീവിതത്തിൽ. അങ്ങനെ പാലിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരും. നമ്മൾ തയ്യാറാകുമ്പോൾ അള്ളാഹു നമുക്ക് സഹായം ചെയ്തു തരും. അല്ലാതെ നമ്മൾ ഇതൊക്കെ വലിയ റിസ്ക്കാണോ എന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആവും. അപ്പോൾ നമ്മൾ തയ്യാറാവുക, അപ്പോൾ സഹായിക്കാൻ അള്ളാഹും മാലാഖമാരും ഉണ്ടാവും. ഇങ്ങനെ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കുന്ന ആ ഭാഗ്യന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.